നിങ്ങൾ ഭയങ്കര കുറഞ്ഞ സാലറിയിൽ ഒരു കമ്പനിയിൽ പട്ടിപ്പണി എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ വെറും ബേഡനാണ്. എന്താ വെച്ചാൽ ഞാൻ മുമ്പ് ഒരു ബേഡനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പോ ഞാൻ ഒരു കമ്പനിയിൽ എനിക്കൊരു സാലറി ഇല്ല, തീരെ വാല്യൂ ഇല്ല. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. അപ്പൊ എനിക്കൊരു വേറെ എഡിറ്റർ വന്നു. ദാറ്റ്സ് ഓൾ. നമ്മളെ റീപ്ലേസ് ചെയ്തു. ഓക്കെ ഫൈൻ. പക്ഷേങ്കിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു മാർക്കറ്റിംഗ് ഏജൻസിയിലാണ്. ആ മാർക്കറ്റിംഗ് ഏജൻസിക്ക് കുറേ ക്ലയന്റ് ഉണ്ടാവില്ല. ആ ക്ലയന്റ് ഇതൊക്കെ എന്റെ വർക്ക് ഇഷ്ടമുണ്ടായി. അപ്പൊ ഞാൻ മാറുമ്പോൾ ക്ലയന്റ് ചോദിച്ചു തുടങ്ങി, എഡിറ്റർ മാറിയോ, വർക്ക് എന്താ പഴയ ഒരു ഇതില്ലാത്ത. അതായത് ഞാൻ വർക്ക് ചെയ്ത് അതായിട്ട് കുറച്ച് അഡാപ്റ്റ് ആയല്ലോ. പുതിയ എഡിറ്റർ വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ആൻഡ് ഞാൻ ഇറങ്ങിയിട്ട് ഒരു 1 മന്ത് കഴിയുമ്പോൾ തന്നെ അവർ തിരിച്ച് കോൺടാക്ട് ചെയ്തു. സാലറി ഹൈക്ക് തരാം, നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ ചോദിച്ചിട്ട് പിന്നെ ആ കമ്പനി പിന്നെ എന്നെ കോൺടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ടപ്പാ, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാറുടെ കഴിഞ്ഞു. കാരണം എനിക്ക് അവിടെ ഒരു വാല്യൂ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. സോ നിങ്ങളും ഒരു വാല്യൂ കിട്ടാനൊന്നും വേണ്ടി നിന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങിക്കോ. ഒരാൾക്ക് വേണ്ടി അടിമപ്പണി എടുക്കണ്ട. നമ്മളെ ഗ്രോത്തിന് ഏത് കമ്പനിയാണോ ബെറ്റർ പോകുന്നത് ആ കമ്പനി ചൂസ് ചെയ്യുക. അല്ലാണ്ട് ചില്ലറ പൈസക്ക് വേണ്ടിയിട്ട് കണ്ട കമ്പനിക്ക് വേണ്ടിയിട്ട് പട്ടിപ്പണി എടുത്തിട്ട് ഒരു കാര്യമില്ല.